നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ, വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് ആടിമാസ വളർപ്പിറ പഞ്ചമി. ജൂലൈ മാസം 29-ാം തീയതി ചൊവ്വാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. 28-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടി പൂജ, വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. മുന്നേ ഇരുന്ന് വീഡിയോ കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം, എങ്ങനെ പേരുകൾ കൊടുക്കണമെന്നും പഞ്ചമിതിഥി പൂജ, വഴിപാട് എന്നിവ ചെയ്താലുള്ള ഗുണങ്ങളെ പറ്റിയും. എന്നാൽ പുതുതായി കാണുന്നവർക്ക് അത് അറിയില്ല. നിങ്ങൾക്കും പേരുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇത് 2025 ആടിമാസം മീൻസ് കർക്കിടക മാസം. ഈ ആടിമാസത്തിലെ വളർപ്പിറ പഞ്ചമിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വർഷത്തില് ഒരു തവണ മാത്രം വരുന്ന ഗരുഡ പഞ്ചമി എന്നത് ഒത്തിരി വിശേഷം നിറഞ്ഞ ഒരു നാള്. ഈ പഞ്ചമി നാളിൽ നമുക്ക് വളർപ്പിറ പഞ്ചമിയും ഗരുഡ പഞ്ചമിയും ഒന്നിച്ചു വരുന്നുണ്ട്. ഈ നാളിന്റെ വിശേഷം എന്താണെന്ന് നോക്കിയാല് കൺദൃഷ്ടി ഉണ്ടല്ലോ, അതെല്ലാം ഇല്ലാതാക്കുന്നതിനും ദുഷ്ടശക്തികള് വീട്ടിലിരുന്നാല് അതിനെ തുരത്തി ഓടിക്കുന്നതിനുമുള്ള ശക്തി വരുന്ന ഒരു ദിവസം. അതാണ് ഗരുഡ പഞ്ചമി. ഈ പഞ്ചമി നാളില് നമുക്ക് എന്തെല്ലാം പ്രശ്നം ഇരിക്കുന്നോ, നമ്മുടെ വീട്ടില് ആർക്കെങ്കിലും തീരാത്ത അസുഖം ഇരിക്കുന്നുണ്ടോ, അതെല്ലാം നമ്മള് വരാഹി അമ്മനക്ക് മുന്നേ വഴിപാട് ചെയ്യേണ്ട ഒരു മുഖ്യമായ ദിവസമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അമ്മനക്ക് മുന്നേ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ മറ്റു ദിവസങ്ങളിലേക്കാളും കൂടുതൽ ബലം നമുക്ക് കിട്ടുന്നതാണ്. ഗരുഡ പഞ്ചമിയെക്കുറിച്ചും വഴിപാട് മുറകളെക്കുറിച്ചും എല്ലാം പറയാം. വന്നോളൂ, ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഓരോ വർഷവും ആടിമാസം, ദാറ്റ് മീൻസ് കർക്കിടക മാസത്തില് വരേണ്ടിയ ഈ വളർപ്പിറ പഞ്ചമിയെ ഗരുഡ പഞ്ചമി എന്നാണ് പറയുന്നത്. മാത്രമല്ല നാഗപഞ്ചമി എന്നൊരു മറ്റൊരു പേരിലും ഇത് അറിയപ്പെടുന്നു. ഈ നാളില് നമ്മൾ എന്ത് വച്ച് വഴിപാട് ചെയ്താലും അതിനുള്ള ബലം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. മുഖ്യമായിട്ട് ഇതിൽ വന്നിട്ട് ആരേലും അടിമയായിട്ട് ഇരുന്നാല് നിങ്ങൾ ഈ ദിവസം വഴിപാട് ചെയ്താല് അതിനുള്ള റിഫ്ലക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടിമ, സ്ലാവ്, ദാറ്റ് മീൻസ് എന്താന്ന് ചോദിച്ചാല് അതിന് ഗരുഡ പഞ്ചമിക്ക് പിന്നിലെ ഒരു കഥ ഇരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തില് കഡ്രു എന്നും വിനത എന്നും 2 പേര് ഉണ്ടായിരുന്നു. അവർ 2 പേരും ഒരു വാഗ്വാദത്തില് ഏർപ്പെട്ടു. അതിന്റെ അജണ്ട മീൻസ് ആര് തോൽക്കുന്നുവോ അവർ ജയിക്കുന്നവർക്ക് അടിമയായിരിക്കണം. അതിൽ വന്നിട്ട് വിനത തോറ്റുപോയി. സോ അവരും അവരുടെ കുഞ്ഞുങ്ങളും വന്ന് കഡ്രുവിന് അടിമയായി ജീവിച്ചു പോന്നു. ഇതില് വിനതയുടെ പുത്രൻ ആരെന്ന് നോക്കിയാല് ഗരുഡൻ. ഗരുഡന് ഒത്തിരി നാളായിട്ട് ഇത് നോട്ടീസ് ചെയ്തിട്ടേ ഇരിക്കയാണ്. ഒരു ദിവസം അവരുടെ അമ്മയോട് അവർ ചോദിച്ചു, എന്തിനാണ് അമ്മേ നമ്മളിങ്ങനെ അടിമയായിട്ട് ജീവിച്ചിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ വിനത മറുപടി പറഞ്ഞു,
ഞാൻ തോറ്റുപോയതിനാലെയാണ് അവർ നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട ഗരുഡൻ പറഞ്ഞു, ഞാനേ പോയിട്ട് അവരോട് ചോദിക്കാം, ഇങ്ങനെ നമ്മൾ അടിമയല്ലാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. ഞാനേ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഗരുഡൻ പോയി ചോദിച്ചപ്പോൾ കദ്രു എന്ത് മറുപടി പറഞ്ഞെന്ന് വെച്ചാല്, ദേവലോകത്തിരിക്കുന്ന അമൃത കലശം എനിക്ക് വേണം, നീ അത് എനിക്ക് കൊണ്ടുവന്ന് കൊടുത്താല് ഞാൻ നിങ്ങളെ വിടാം എന്നാണ് കദ്രു അതിന് മറുപടി പറഞ്ഞത്. ഉടൻ തന്നെ ഗരുഡൻ എന്താ ചെയ്തത്? ദേവലോകത്തേക്ക് പുറപ്പെട്ടു. അവിടെ പോയി വേണ്ട പ്രശ്നമായി യുദ്ധം ചെയ്ത് അമൃത കലശവും എടുത്തിട്ട് വന്ന് കദ്രുവിന് കൊടുത്തിട്ട് അവരുടെ അമ്മയെയും സഹോദരനെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. ഇതൊരു ഐതിഹ്യമായി കണക്കാക്കപ്പെടുന്നു. അതിനാലെയാണ് ഈ നാള് നമ്മള് ഗരുഡ പഞ്ചമിയായിട്ട് കൊണ്ടാടുന്നത്. ഈ ഗരുഡ പഞ്ചമിക്ക് മുന്നത്തെ ഡേ വന്നിട്ട് നാഗചതുർത്ഥിയാണ്. ഈ രണ്ട് നാളിനും എന്തെങ്കിലും കണക്ഷൻ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായും കണക്ഷൻ ഇരിക്കുന്നുണ്ട്. എന്തെന്നാല് കദ്രുവിന്റെ പുത്രനാണ് നാഗന്മാർ. ഈ നാഗങ്ങളെ വെன்று 8 നാഗങ്ങളെ ഗരുഡൻ വന്നിട്ട് തന്റെ ശരീരത്തില് അണിഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് പെരുമാളെ ദർശിക്കാന് കോവിലിനുള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗരുഡരെ ദർശനം ചെയ്തിട്ട് വേണം അപ്പുറം പെരുമാൾ സ്വാമിയെ ദർശിക്കുന്നത്. സോ നമ്മള് ഗരുഡ പഞ്ചമി നാളിൽ ഗരുഡരെയും കൂടെ വഴിപാട് ചെയ്തു പോരുന്നു. എല്ലാ ഫലവും നമുക്ക് കിട്ടും. ഈ നാൾ മീൻസ് വരാഹി അമ്മയ്ക്കേ ഉള്ള പഞ്ചമി തിഥി. അതുപോലെ ഗരുഡ പഞ്ചമി എന്നത് ഒത്തിരി വിശേഷപ്പെട്ട ഒരു നാള് ആയതിനാല് ആരും ഈ നാള് മിസ് ചെയ്യാതെ ഈ പഞ്ചമിക്ക് വഴിപാടുകൾ ചെയ്തോളുക. എപ്പോ ഗരുഡരെ നോക്കിയാലും ഗരുഡർക്ക് കയ്യില് അമൃത കലശം പൂകി നിൽക്കുന്നത് പോലെയാണ്. അതിനാല് നമുക്ക് എങ്ങനെയുള്ള അസുഖം ഇരുന്നാലും ശരി, ഈ നാളില് നമ്മൾ വഴിപാട് ചെയ്താല് എല്ലാത്തിനും ഒരു ബലം നമുക്ക് കിട്ടുന്നതാണ്. ഈ പഞ്ചമിക്ക് തീർച്ചയായും നിങ്ങൾ വീട്ടില് വരാഹി അമ്മനെയും ഗരുഡരെയും വഴിപാട് ചെയ്തോളുക. കൂടെ നിങ്ങൾ ഗൗരി അമ്മനെയും വഴിപാട് ചെയ്യാം. കാരണം ഗൗരി അമ്മനും ഗരുഡരെ പോലെ നാഗങ്ങളെ വച്ചിരിക്കുന്നു. നമ്മള് മെയിൻലി വരാഹി അമ്മനെ വഴിപാട് ചെയ്യുമ്പോൾ ഈ ദൈവങ്ങളെയും മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചോളുക. പഞ്ചമി തിഥി ജൂലൈ 28 തുടങ്ങി 29 ചൊവ്വാഴ്ച മുഴുവനും ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചൊവ്വാഴ്ച നന്നായിട്ട് ഉപയോഗിച്ചോളുക. വരാഹി അമ്മനെയും ഗരുഡ ഭഗവാനെയും ഗൗരി അമ്മനെയും നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. അറിയാലോ, അമ്മനിക്ക് എന്തെങ്കിലും ഒരു നൈവേദ്യവും വെച്ച്, ദാറ്റ് മീൻസ് വെറൈറ്റി റൈസ് എന്തെങ്കിലും വെച്ചിട്ട് പുളിസാപ്പാടോ ലെമൺ റൈസോ തൈര് സാദമോ എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് വെച്ചോളുക. അപ്പുറം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണിനടിയിൽ വിളയുന്ന മരവള്ളിക്കിഴങ്ങ്, മരച്ചീനിയോ സ്വീറ്റ് പൊട്ടറ്റോയോ എന്താന്ന് വെച്ചാല് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വെച്ചോളുക. കുടിക്കാൻ അമ്മയ്ക്ക് പാനകമോ ഒരു ഗ്ലാസ് പാലില് മധുരം ചേർത്ത് വെച്ചോളുക. വേറൊന്ന്, ഈ ഗരുഡ പഞ്ചമിക്ക് മെയിൻലി നിങ്ങള് പാൽപ്പായസം അല്ലെങ്കിൽ പാൽ കൊഴുക്കട്ട ചെയ്ത് വെച്ചാല് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ബലം ഇരട്ടിക്കുന്നതാണ്. കാരണം അമ്മനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പാൽ കൊഴുക്കട്ട എന്നത്. കൂടെ പാൽപ്പായസവും. ദെൻ നിങ്ങൾ തേങ്ങാദീപം വയ്ക്കാവുന്നതാണ്. പഞ്ചദീപ വിളക്കും വയ്ക്കാം. പഞ്ചദീപ വിളക്ക് എന്നാല് 5 അകൽ വിളക്ക് ഒന്നിച്ചോ, അതായത് മൺവിളക്ക് 5 ഒന്നിച്ച് ചേർത്തോ അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചേർത്തോ വെക്കുക. അത് 5 ചെമ്പരത്തി ഇല വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് നിങ്ങൾ വെക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മൈലാഞ്ചി ഇല ഉണ്ടല്ലോ, മരുതാണി ഇലയിലെ മേലെ നിങ്ങൾക്ക് 5 അകൽ വിളക്ക് വയ്ക്കാവുന്നതാണ്. അതൊക്കെ ഇൻസ്റ്റന്റ് റിസൾട്ട് വരാഹിയമ്മ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ് മൈലാഞ്ചി വിളക്ക് എന്നൊക്കെ പറയുന്നത്. ഗരുഡനെ വഴിപാട് ചെയ്യുന്നതിനാല് നിങ്ങളുടെ കൺദൃഷ്ടിയും മാറിക്കിട്ടും.
കൂടെ വരാഹിയമ്മനോട് ശ്ലോകങ്ങളും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. കൂടെ വരാഹിയമ്മയ്ക്ക് അമ്മനോട് ഈ ഗായത്രി മന്ത്രം കൂടെ ചൊല്ലിക്കോളുക. ഓം ശ്യാമളായ വിദ്മഹേ കലഹസ്തായ ധീമഹേ തന്നോ വരാഹി പ്രചോദയാത്. ഓം ശ്യാമളായ വിദ്മഹേ കലഹസ്തായ ധീമഹേ തന്നോ വരാഹി പ്രചോദയാത്. ഓം ശ്യാമളായ വിദ്മഹേ ഹലഹസ്തായ ധീമഹേ തന്നോ വരാഹി പ്രചോദയാത്. ഇനി നിങ്ങൾക്ക് ശ്ലോകമെന്നും അറിയില്ലാച്ചാല് അമ്മനോട് പേരുകൾ ചൊല്ലി നിങ്ങൾ വഴിപാട് ചെയ്തോളുക. 105 മുറയെങ്കിലും നിങ്ങൾ അമ്മനോട് പേര് ചൊല്ലിയിട്ട് കൂടെ പോട്രി എന്ന് ചൊല്ലിക്കോളുക. ഓം വാർത്താളിയേ പോട്രി, ഓം വാർത്താളിയേ പോട്രി. വാർത്താളി എന്നത് അമ്മനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പേരാണ്. അമ്മയെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക, വഴിപാട് ചെയ്തോളുക. ഗരുഡ ഭഗവാനെയും പ്രാർത്ഥിച്ചോളുക. നിങ്ങളുടെ കൺദൃഷ്ടി മാറാനും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നെഗറ്റീവ് എനർജി മാറിക്കിട്ടാനും ഗരുഡ ഭഗവാനെ പൂജ ചെയ്യുന്നതിലൂടെ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളുക. ജൂലൈ 29 ചൊവ്വാഴ്ചയാണ് പഞ്ചമി തിഥി. നേരത്തെ ഇതെല്ലാം പറഞ്ഞു തരുന്നത് വീട്ടില് സൗകര്യത്തോടു കൂടെ ഇരുന്ന് നിങ്ങൾ അമ്മയ്ക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു നൈവേദ്യവും വെച്ച് അമ്മയ്ക്ക് ഒരു പാൽപ്പായസമോ പാൽക്കൊഴുക്കട്ടയോ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വെച്ച് നിങ്ങൾ അമ്മയെ പ്രാർത്ഥിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അറിയാത്ത ഒരു ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞറിഞ്ഞ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നത് എത്രയോ നല്ല കാര്യങ്ങളാണ്. സോ കുറച്ച് പേരിൽ എത്തിച്ചോളുക. പിന്നെ വീഡിയോ കാണാൻ ഇഷ്ടമല്ല എന്ന് കമൻറ്റ് ചെയ്യുന്നവർ ഒന്നും പ്രശ്നമില്ല, സ്കിപ്പ് ചെയ്തോളുക. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.